ഹായ് ഹലോ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതൊരു 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ പുതിയൊരാൾ കൂടിയുണ്ട് നമ്മുടെ കൂടെ. ആദ്യത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ആദ്യത്തെ മോൻ ഇതേ പ്രായമായിരുന്നു. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ രണ്ടാമത്തെ ആൾ അതേ പ്രായമായിട്ടുണ്ട്. നമ്മളൊരു ഇഫ്താറിന് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇഫ്താറിന് പോകുന്നത്. ഇഫ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എങ്ങുമല്ല, നമ്മുടെ ഇവിടെ കുറച്ച് ഇഫ്താറിൻ്റെ കുറച്ച് സ്റ്റോളുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി പോകണതിൻ്റെ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ടാറ്റ പോകണം ആ ഒരു ചിന്തയുള്ളൂ, ചെറുതിനാണെങ്കിലും വലുതിനാണെങ്കിലും. അങ്ങനെ നമ്മൾ ആൾ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇഫ്താറിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കാമനഹള്ളി, ഇതാണ് നമ്മുടെ രംഗണ്ണൻ്റെ കാമനഹള്ളി. ഇവിടെ വെച്ചിട്ടായിരുന്നു ഇഫ്താർ നടക്കുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, പല പല വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. കൂടുതലും നോൺ വെജ് ആണ്. കണ്ട, ഏതാ എടുക്കേണ്ടത് ഏതാ മേടിക്കേണ്ടത് നമുക്ക് ആ കൺഫ്യൂഷന്. ഒട്ടകത്തിനെയാണ് ഈ മേടിച്ച് കഴിക്കണത്. ഇത് ഒട്ടകമായാലും പാമ്പായാലും മരപ്പട്ടിയാണെങ്കിലും കഴിച്ചോളും. ഞാൻ അതൊന്നും കഴിക്കില്ല, ഞാൻ ചിക്കനാണ് മേടിച്ചത്. കബാബ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ വേറൊരു മസാലയാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് അങ്ങോട്ട് ട്രൈ ചെയ്യാൻ നിന്നില്ല, കാരണം മസാല വേറെ ആയതുകൊണ്ടൊരു, പിന്നെ ഭയങ്കര തിരക്കും നല്ല ചൂടുമായിരുന്നു അതിനകത്ത്. പിന്നെ നമ്മൾ അവിടെ എല്ലാം കുറച്ച് നടന്ന് കണ്ട, ചെറിയ ആൾ നടക്കാൻ തുടങ്ങി. ഇപ്പം ഒറ്റയ്ക്ക് നടക്കണം. പക്ഷേ ഒറ്റയ്ക്ക് നടക്കുമോ, അവിടെ തലയും കുത്തി വീഴും, നിലത്ത് കിടന്ന് എഴയണം. ഇതൊക്കെയാണ് ആൾക്ക് വേണ്ടത്. ഞങ്ങളിങ്ങനെ ഞാനും വെച്ചുകൊണ്ടും കൂടെ കഷ്ടപ്പെട്ട് നടത്താൻ നോക്കുകയാണ്. കണ്ട, എഴയാനാണ് ഇഷ്ടം കൂടുതലും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു സമൂസ കൂടി കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം. ആൾക്ക് മട്ടൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഹസ്ബൻഡിന്. പിന്നെ നമ്മളവിടെ റെയ്ദാൻ റെസ്റ്റോറൻറ്റിൽ വന്ന്, നമ്മുടെ മലയാളീസിനെയാണ്, നാട്ടിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. അടിപൊളി റെസ്റ്റോറൻറ്റാണ്. ഞാൻ ആദ്യമായിട്ട് വരുവാണ്. ഇവിടെ മജിലിസ് ഉണ്ടായിരുന്നു. മജിലിസ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം, ഇവിടെ വന്നിട്ടാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നല്ല രസമായിരുന്നു. മറ്റേ ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ മടിയിലിരുത്തി നമ്മൾ രണ്ടുപേരും മാറി മാറി ഇരുന്ന് ഫുഡ് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം കുഞ്ഞിനെ രണ്ടാളും അവിടെ കിടന്ന് ഭയങ്കര കളി. നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് കഴിച്ച്. നമ്മൾ ടേബിളുള്ള മജിലിസായിരുന്നു. ടേബിൾ ഇല്ലാണ്ട് നിലത്ത് തന്നെ ഫുഡ് വെച്ച് കഴിക്കണതുണ്ട്. നമ്മൾ ടേബിളുള്ള ഒന്നും കൂടി ഇഷ്ടം തോന്നിയത് അതെടുത്ത്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചേക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ അവർ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ പുതിയതായിട്ട് കൊണ്ട് വിരിച്ച് അവിടെ സെല്ലോ ടേപ്പ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ കഴിച്ചുമ്പോൾ അവരതെടുത്ത് മാറ്റും. നമുക്കൊന്നും കൂടി ഒരു രസം തോന്നി എനിക്കത് കണ്ടപ്പോൾ. അങ്ങനെ എന്തോ ഓർഡർ ചെയ്യണമെന്നൊക്കെ നോക്കിയാൽ ഞാനിത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് ഇരുന്ന് രസമുണ്ട്. പക്ഷേ സമാധാനമായിട്ട് ഇരിക്കാൻ ആ ചെറിയ ആൾ സമ്മതിക്കില്ല. ആൾക്ക് ഇങ്ങനെ വെളിയിൽ പോകണം, അവിടെ ഞാൻ നട പോകണം. വെളിയിൽ പോകാനായിട്ട് ഇങ്ങനെ പോവാം. പിന്നെ എടുത്തിട്ട് അകത്തോണ്ട് ഇത് വീണ്ടും ഇറങ്ങിപ്പം ഇതൊക്കെ തന്നെ പോയി എന്ന് പറയുകയാണ്. ഇറങ്ങിപ്പോയ ആളെ വിച്ചുകൊണ്ട് ഞാൻ ഉമ്മ ആരാൻ പറഞ്ഞപ്പോൾ വിച്ചുട്ടൻ കാര്യം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അതിന് വിച്ചുട്ടൻ ഇങ്ങനെ ഉമ്മ തന്നുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് ജസ്റ്റ് ഒരു റോളാണ് പറഞ്ഞത്, ചിക്കൻ റോള്, ഷവർമ. ഹസ്ബൻഡ് മട്ടൻ കറിയൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല ആംബിയൻസ് ആയിരുന്നു, ഭയങ്കര പ്രൈവസി ആയിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടമായത്. അങ്ങനെ ഇതാണ് മട്ടൻ കറി. ആളൊരു റമാലി റൊട്ടിയാണ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു മട്ടൻ കറിക്ക്. ഭയങ്കര ഒരു ജ്യൂസി ആയിട്ടുള്ള മട്ടൻ കറിയായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഷവർമയും നല്ല ഫില്ലിംഗ് ആയിരുന്നു. അതിനകത്ത് ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമായിരുന്നു. വിച്ചൂണ് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. വിച്ചൂണ് ഐസ്ക്രീം മേടിച്ച്. ഇതിനിടയ്ക്ക് വിച്ചൂണ് റമാലി റൊട്ടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഫ്രൂട്ട് സലാഡ് മേടിച്ച്. എപ്പോഴും ഷെയ്ക്കോ ഫലൂഡ അങ്ങനെ എന്തെങ്കിലുമാണ് കൂടുതലും മേടിക്കാറ്. ഒരുപാട് നാളായി ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ട്. കൊള്ളാം, നല്ലതായിരുന്നു. നല്ലപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ ഈ കൊടുക്കണത് ചെറിയ ആളിങ്ങനെ വരും മേടിക്കാൻ. ആൾക്കിതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഒരു സ്പൂൺ ആളുടെ ഇരിപ്പുണ്ട്. ചെറുതായിട്ടൊരു മധുരം തൊട്ട് കൊടുക്കും. അപ്പോൾ കുറേ നേരം അത് നക്കിക്കൊണ്ടിരിക്കും മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി കൊടുക്കാം. വിച്ചുകൊണ്ട് ഒത്തിരി ഇഷ്ടമായി. വിച്ചുകൊണ്ട് പറയുന്ന ഫ്ലേവറൊക്കെ ചേർത്തൊക്കെ കൊടുത്ത്. പിന്നെ ഞാൻ അവിടെ എല്ലാം നടന്ന് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് രസമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവിടുത്തെ ആംബിയൻസ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കാമനഹള്ളിയിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ, ഇവിടെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട്. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു രസം. അങ്ങനെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞ് നമ്മൾ വീടെത്തി കഴിഞ്ഞാൽ ചെറിയ രണ്ടെണ്ണത്തിൻ്റെയും പിന്നെ കളിയും ബഹളവും ആണ് രാത്രിയിൽ. ഇതുങ്ങളെ ഓർക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിപ്പം വലിയ ആളുടെ കൂടെ നടത്താണ്. എൻ്റെ കൈ കാണുന്നുണ്ട്. അപ്പോൾ എന്നെ പിടിക്കാനാണ് ഈ നടക്കണത്. ഞാനൊട്ട് പിടി കൊടുത്തില്ല. ഞാൻ പുറകോട്ട് നടക്കുന്നതിന് ദേഷ്യം വരും. ഇപ്പം ദേഷ്യം വന്നു. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മൾ കിടന്ന് ഉറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.